വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ലെമ്മ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗലോയ്സ് തിയറി ബൈ റോട്ട്മാൻ്റെ ടെക്സ്റ്റാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എഫ് ഫ്രം ജി ടു എച്ച് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസമാണ്, ദെൻ കേർണൽ ഓഫ് എഫ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് G by kernel of F is isomorphic to image of F. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? നമുക്കൊരു ഹോമോമോർഫിസം തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഹോമോമോർഫിസം ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നും പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഫാക്ടർ ഗ്രൂപ്പായിട്ടുള്ള ജി ബൈ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എഫിന് ഐസോമോർഫിക് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ പ്രൂവ് ചെയ്യുന്നത് കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്ന നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ്. അപ്പോൾ അതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ആദ്യം കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത് കേർണൽ ഓഫ് എഫ് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം സബ് ഗ്രൂപ്പ് ആവാൻ എന്തൊക്കെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? നാല് പ്രോപ്പർട്ടീസാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷർ പ്രോപ്പർട്ടി, നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി, അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം, ഇൻവേഴ്സ് എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം. അങ്ങനെ 4 കണ്ടീഷൻസാണ് നമുക്ക് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കെ ഈസ് ഈക്വൽ ടു കേർണൽ ഓഫ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. അപ്പം കേർണൽ ഓഫ് എഫ് എന്ന് എല്ലായിടത്തും എഴുതുന്നതിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കെ എന്നതിന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി 4 കണ്ടീഷനാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി ആണല്ലോ. അപ്പം ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? അപ്പോൾ കെയിനകത്തുള്ള 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നപ്പം എക്സ് വൈ എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് നമ്മൾ കെയിലെടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന എവിടെ ഉണ്ടായിരിക്കണം? കെയിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എക്സ് വൈ എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് കെയിലെടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതേപോലെ വിച്ച് ഈസ് ഈക്വൽ ടു ഇമേജ് ഓഫ് വൈ അണ്ടർ എഫ്. അപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഹോമോമോർഫിസം ആണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് വൈനെ എങ്ങനെ എഴുതും? എഫ് ഓഫ് എക്സ് വൈനെ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാമല്ലോ, ബിക്കോസ് അത് ഹോമോമോർഫിസിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് നമ്മൾ ഓൾറെഡി എടുത്തു. എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 1 ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇമേജ് ഓഫ് എക്സ് വൈ അണ്ടർ എഫ് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എവിടെയുള്ള എലമെൻ്റ് ആയിരിക്കും? കെയിലുള്ള എലമെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ കെയുടെ ഡെഫിനിഷൻ, കേർണൽ ഓഫ് എഫിൻ്റെ ഡെഫിനിഷന് ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇമേജ് ഓഫ് എക്സ് 1 ആവുന്ന രീതിയിലുള്ള എക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന 1 ആയില്ലേ? സോ എക്സ് വൈ എവിടെയുള്ള എലമെൻ്റ് ആയിരിക്കും? കെയിലുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടിയില്ലേ? ഇപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് കെയിലുണ്ടെന്ന് എടുത്തപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് കെയിലുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടി. ദെയർഫോർ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി. നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് അസോസിയേറ്റിവിറ്റി ആണ്. അതിനുവേണ്ടി എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 എലമെൻറ്റ്സ് കെയിലെടുത്തു. അപ്പോൾ നമുക്കറിയാം കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ്സെറ്റ് അല്ലേ. അപ്പം കെയിലുള്ള 3 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും കാണും? ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലും കാണാം. കാരണം കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പാണ്. സോ ഈ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ജിയിലും കാണും. ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലേ, ഗ്രൂപ്പിൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് അസോസിയേറ്റിവിറ്റി ജിയിൽ അപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു ഇസഡ് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പം അസോസിയേറ്റിവിറ്റി ജിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജീൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള കെയിലും ഹോൾഡ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കേർണൽ ഓഫ് എഫിൽ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്
കേർണൽ ഓഫ് എഫിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഹോമോമോർഫിസം ആണെന്ന് പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ എഫ്. ഓക്കെ, എഫിൻ്റെ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രൂഫായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഇമേജ് ഓഫ് 1 അണ്ടർ എഫ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. എന്ന് വെച്ചാൽ ജിയിലുള്ള ഏതൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ എച്ചിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആ 1 എവിടെയുള്ളതാണ്? 1 എവിടെയുള്ളതാണ്? കെയിലുള്ളതാണ്. സോ നമ്മൾ കെയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് കെയിൽ കാണിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? കെയിൽ ഒരു എലമെൻ്റ് എടുക്കുക, ആ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സും കെയിലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എക്സിന് കെയ്ക്കകത്തുള്ള ഒരു എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. അപ്പോൾ എനിക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. നമ്മൾ ഫസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്താണ്? ഹോമോമോർഫിസത്തിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ഞാൻ പറയുന്നുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻവേഴ്സിനെ എഫ് ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഞാൻ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എടുത്തു. എഫ് ഓഫ് എക്സ് ഇൻവേഴ്സിനെ എഫ് ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 ഇൻവേഴ്സ് എന്ന് വന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഇൻവേഴ്സ് എന്ന് വന്നു. 1 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി തന്നെയാണ്. സോ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ദെയർഫോർ ഇമേജ് എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയുള്ള എലമെൻ്റാണ്? കേർണൽ ഓഫ് എഫിലെ എലമെൻ്റാണ്. ദെയർഫോർ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെയുള്ള എലമെൻ്റാണ്? കേർണൽ ഓഫ് എഫിലെ എലമെൻ്റാണ്. സോ നമുക്ക് 4 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ കെ എന്തായി? കെ ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെ നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് കെ നോർമൽ ഇൻ ജി എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ജിനകത്തുള്ള ഒരു സ്മോൾ ജി എടുത്തു, അതുപോലെ കെയ്ക്കകത്തുള്ള ഒരു എക്സ് എന്ന് പറയുന്ന എലമെൻറ്റും എടുത്തു. അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കെ ഈസ് നോർമൽ ഇൻ ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കെയ്ക്കകത്തൊരു ജി ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. കാരണം നമ്മൾ ഈ ജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജിയിലുള്ള എലമെൻ്റാണ്, എക്സ് എന്ന് പറയുന്നത് കെയിലുള്ള എലമെൻ്റാണ്. സോ ജി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കെയിലുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കെ എന്ന് പറയുന്നത് നോർമൽ ഇൻ ജി എന്ന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ജി ഇൻവേഴ്സ് എടുത്തു. അതിൻ്റെ ഇമേജ് കൺസിഡർ ചെയ്തു. അപ്പോൾ എഫ് ഓഫ് ജി ഇൻവേഴ്സ് എടുത്തു. എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 എലമെൻ്റ് അല്ലേ? 3 എലമെൻറ്റ് പ്രൊഡക്റ്റ് ചെയ്ത് കിടക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതെങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. അപ്പോൾ എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് വരും. എഫ് ഓഫ് ജി ഇൻവേഴ്സിനെ എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഹോമോമോർഫിസത്തിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ജി ഇൻറ്റു എഫ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇമേജ് ഓഫ് ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. ഇമേജ് 1 ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയുള്ള എലമെൻ്റ് ആയിരിക്കും? കേർണൽ ഓഫ് എഫിലെ എലമെൻ്റ് ആയിരിക്കും. ദെയർഫോർ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെയുള്ള എലമെൻ്റാണ്? കേർണൽ ഓഫ് എഫിലുള്ള എലമെൻ്റാണ്. ദാറ്റ് ഈസ് കെയിലുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ്? കെ എന്ന് പറയുന്നത് നോർമൽ ഇൻ ജി ആണെന്ന് കിട്ടിയല്ലോ. കെ ഈസ് നോർമൽ ഇൻ ജി ആയി. അപ്പോൾ എന്താണ്? അങ്ങനെ കെ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഫാക്ടർ ഗ്രൂപ്പായിട്ടുള്ള ജി ബൈ കെ എന്ന് പറയുന്നത് എഫിൻ്റെ ഇമേജിനോട് ഐസോമോർഫിക് ആണെന്നാണ് നെക്സ്റ്റ് നമുക്ക് പ്രൂവ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫാക്ടർ ഗ്രൂപ്പായിട്ടുള്ള ജി ബൈ കെ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് എഫിൽ ഐസോമോർഫിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജി ബൈ കെ ഐസോമോർഫിക് ടു ഇമേജ് ഓഫ് എഫ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ജി ബൈ കെയിൽ നിന്ന് ഇമേജ് ഓഫ് എഫിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഫൈ ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് നോക്കാം. ഓക്കെ, അപ്പം ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്ന വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഹോമോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ 1-to-1
ഓൺ ടു കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. ഈ 4 കണ്ടീഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസോമോർഫിക് ആണെന്ന് പറയാൻ പറ്റും. ഫൈ എന്ന് പറയുന്നത് ഐസോമോർഫിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം വെൽ ഡിഫൈൻഡ് ആണെന്നുള്ള പോർഷനാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി അതിൻ്റെ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഇത്ര എക്സ്പ്ലെയിൻഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഡാഷ് കെ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുവാണ്. എക്സ് ഡാഷ് കെ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് കെ ആണ്. ഈ എക്സ് ഡാഷും എക്സും എവിടെയുള്ളതാണ്? ജിയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ സപ്പോസ് എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? കെയിലുണ്ടായിരിക്കും. കാരണം കോസെറ്റ്സ് ആണല്ലേ. ഈ എക്സ് കെ എന്ന് പറയുന്നതെല്ലാം കോസെറ്റ്സ് ആണ്, കോസെറ്റിൻ്റെ ഫോമാണ്. ഓക്കെ, അപ്പം കോസെറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്, സപ്പോസ് എ എച്ച് ഈസ് ഈക്വൽ ടു ബി എച്ച് ആണെങ്കിൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് എച്ചിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എ എച്ച് ഈസ് ഈക്വൽ ടു ബി എച്ച് ഫോമിലല്ലേ നമ്മളിത് കൊടുത്തിരിക്കുന്നത്. എക്സ് ഡാഷ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് എന്ന് പറയുന്നത് കെയിലുണ്ടായിരിക്കും. അപ്പം കോസെറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ എക്സ് കെ എന്ന് പറയുന്ന ഒരു കോസെറ്റാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് കെയിലുണ്ട് ഫോർ സം കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബോത്ത് സൈഡ്സിൽ ഞാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ പൊസിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പം എക്സ് കെ എന്നുള്ളത് കെ എക്സ് ആവില്ല. എക്സ് കെ എന്ന് പറയുന്ന ഒരു കോസെറ്റാണ്, കെ എക്സ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് കോസെറ്റാണ്. സോ ഇവിടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സ് ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബോത്ത് സൈഡ്സിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 എലമെൻറ്റിൻ്റെയും എന്ന് പറഞ്ഞാൽ എക്സ് ഇൻവേഴ്സ് എക്സിൻ്റെയും കെൻ്റെയും ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കെ ഫോർ സം കെ ബിലോങ്സ് ടു കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ് ഇൻവേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാം, എക്സ് ഇൻവേഴ്സിനെ മാറ്റി നിർത്താം. ഓക്കെ, അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് കെ. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എക്സ് ഇൻവേഴ്സ് നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയി പോകുമല്ലോ. എക്സും അതിൻ്റെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ. അപ്പോൾ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ. അങ്ങനെ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഇമേജ് നോക്കിയാലോ. ഫൈ ഓഫ് എക്സ് ഡാഷ് കെ എന്താണ്? ഫൈ ഓഫ് എക്സ് ഡാഷ് കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഡാഷ് ആണ് ബൈ ഡെഫിനിഷൻ ഓഫ് ഫൈ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഡാഷ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഡാഷ് ആയിരിക്കും. നമ്മൾ ഫൈ ഡിഫൈൻ ചെയ്തായിരുന്നു, ജി ബൈ കെ ടു എഫ് ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഡെഫിനിഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? എഫ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്താ? എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കെ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഡാഷിന് പകരം ഞാൻ എഫ് ഓഫ് എക്സ് കെ എന്ന് കൊടുത്തു. എഫ് ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് കെ ആണല്ലോ, അങ്ങനെ വെച്ച്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് കെനെ എനിക്ക് ഹോമോമോർഫിസം ആയതുകൊണ്ട് ഹോമോമോർഫിസം ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് കെ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് കെ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫൈയുടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഫൈ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വലാണ്? ഫൈ ഓഫ് എക്സ് കെക്ക് ഈക്വലാണ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് ഇൻറ്റു കെ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? എക്സ് കെ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഡാഷ് കെ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് കെ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഫൈ എന്തായി? വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഫൈ ഹോമോമോർഫിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനു വേണ്ടി ജി ബൈ കെ എന്ന് പറഞ്ഞാൽ ജി ബൈ കെയിൽ നിന്ന് ഇമേജ് ഓഫ് എഫിലോട്ടുള്ള ഫംഗ്ഷൻ ആണല്ലോ ഫൈ. സോ ജി ബൈ കെയിലെ 2 എലമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുവാണ്. ഫാക്ടർ ഗ്രൂപ്പ് അല്ലേ ജി ബൈ കെ. അപ്പോൾ അതിനകത്തുള്ള എലമെൻറ്റിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും, എക്സ് കെ വൈ കെ കോസെറ്റ് ഫോമിലായിരിക്കും എലമെൻറ്റ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എക്സ് കെ വൈ കെ എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് ഞാൻ ജി ബൈ കെയിൽ ചൂസ് ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സ് കെ വൈ കെ എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് വൈ ഇൻറ്റു കെ ആണല്ലോ ഡെഫിനിഷൻ വെച്ചിട്ട്. ഓക്കെ, ഫൈ ഓഫ് എക്സ് വൈ കെ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് എക്സ് കെ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്ത അനുസരിച്ച്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈനെ എഫ് ഹോമോമോർഫിസം ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിഷൻ വെച്ചിട്ട്, ഫൈയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് കെ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് കെ ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? സിമിലർലി നമുക്ക് എഴുതാം ഫൈ ഓഫ് വൈ കെ ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹോമോമോർഫിസം ആണെന്ന് കിട്ടിയില്ലേ? ഫൈ ഓഫ് എക്സ് കെ വൈ കെ എടുത്തപ്പോൾ ഫൈ ഓഫ് എക്സ് കെ ഇൻറ്റു ഫൈ ഓഫ് വൈ കെ എന്ന് കിട്ടി. ദാറ്റ് ഈസ് എഫ് ഒരു ഹോമോമോർഫിസമാണ്. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഫൈ എന്ന് പറയുന്നത് 1:1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി കേർണൽ ഓഫ് ഫൈ ഡിഫൈൻ ചെയ്യുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കെ വെയർ എക്സ് കെ എന്ന് പറയുന്നത് ജി ബൈ കെയിലെ എലമെൻ്റ് ആണ്, വിത്ത് ഫൈ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേർണൽ ഓഫ് ഫൈനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എക്സ് കെ എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ വെച്ചിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഇംപ്ലൈസ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ് എന്ന് പറയുന്ന 1 ആണെങ്കിൽ എക്സ് എവിടെയുള്ള എലമെൻ്റ് ആണ്? കേർണൽ ഓഫ് എഫിലെ എലമെൻ്റ് ആണ്, ദാറ്റ് ഈസ് കെയിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ കെ എക്സ് ബിലോങ്സ് ടു കെ എന്ന് വന്നു. ദാറ്റ് ഈസ് അപ്പോൾ എക്സ് കെയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ എക്സ് കെ എന്ന് പറയുന്നത് എവിടെയുള്ള എക്സ് കെ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? കെയിന് ഈക്വൽ ആയിരിക്കും കോസറ്റിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു കേർണൽ ഓഫ് ഫൈ ആണല്ലോ, എൻ്റെ ഡെഫിനിഷനാണല്ലോ ഫൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു 1 എന്നാണല്ലോ നമ്മൾ കേർണൽ ഓഫ് ഫൈയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? കെ ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു സെറ്റ് കെ എന്ന് കിട്ടി. കെ എന്ന് പറയുന്നത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു സം ഇ ഇൻറ്റു കെ ആണ് അല്ലേ? അതൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഇവിടെയുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് ഫാക്ടർ ഗ്രൂപ്പായിട്ടുള്ള ജി ബൈ കെയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് കെ എന്ന് പറയുന്നത് ജി ബൈ കെയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് കിട്ടി. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ലെമ്മ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെമ്മയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു സെറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നല്ലേ പറഞ്ഞിരുന്നത്? ഓക്കെ, അപ്പോൾ ആ ലെമ്മ നമുക്ക് യൂസ് ചെയ്യാം. പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ ലെമ്മ G4 നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഫൈ എന്ന് പറയുന്നത് എന്താവും? 1:1 ഇൻജക്റ്റീവ് ഫംഗ്ഷനായി, 1:1 ഫംഗ്ഷനായി. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. തേർഡ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്തു, ഹോമോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്തു, 1:1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ സർജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇമേജ് ഓഫ് എഫിൽ റേഞ്ച് ഗ്രൂപ്പിലാണ്, റേഞ്ച് സെറ്റിലാണ് നമ്മൾ എലമെൻ്റ് എടുക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി ബൈ കെയിൽ നിന്ന് ഇമേജ് ഓഫ് എഫിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മൾ ഓൺ ടു പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇമേജ് ഓഫ് എഫിലെ ഒരു എലമെൻ്റ് എടുക്കുകയാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ജിയിലുള്ള ഒരു വൈ എക്സിസ്റ്റ് ചെയ്യുവാണെന്ന് വെച്ചോ. കാരണം എഫ് ഫ്രം ജി ടു എച്ച് ആണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ കറസ്പോണ്ടിങ്ങിലി ജിയിലുള്ള ഒരു വൈ എടുത്തു സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ വൈ ജിയിലുള്ളതായതുകൊണ്ട് വൈ കെ എന്ന് പറയുന്ന കോസറ്റ് എവിടെ ഉണ്ടായിരിക്കും? ജി ബൈ കെയിൽ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് വൈ കെ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് വൈ ആണ്. നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഫൈ ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെന്ന്. അപ്പം ഫൈ ഓഫ് വൈ കെ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് വൈ ആണ്. എഫ് ഓഫ് വൈ എന്താണെന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? എക്സ് ആണെന്നല്ലേ. ദർ എക്സിസ് സം വൈ ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫൈ ഓഫ് വൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സിലുള്ള ഇമേജ് ഓഫ് എഫിലുള്ള ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു വൈ കെ ജി ബൈ കെയിൽ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ഫൈ ഓഫ് വൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു? ഓൺ ടുവിൻ്റെ കണ്ടീഷൻ ആയില്ലേ. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയി, സർജക്റ്റീവായി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ആദ്യം നമ്മൾ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്തു,
1-to-1 ആണെന്ന് പ്രൂവ് ചെയ്തു, അതുപോലെ ഹോമോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്തു, ഇപ്പോൾ ഓൺ-ടു ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായി? 5 ഫ്രം G/K ടു ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഐസോമോർഫിക്കായി. അപ്പോൾ അതായിരുന്നല്ലോ നമ്മുടെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്ന നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോൾ G/കേർണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് ഐസോമോർഫിക് ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു, ഈ 2 കണ്ടീഷനായിരുന്നു നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. താങ്ക് യു.